Grandeur പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു യൂട്യൂബ് വീഡിയോ അനാലിസിസ് ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാർ ഡീറ്റെയിലിംഗ് പ്രൊഡക്ട്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കാർ ക്ലീനിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് മലയാളത്തിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ കംപ്ലീറ്റ് ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് കാർ ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ കാർ ക്ലീനിങ്, ഇപ്പോൾ ടയർ ക്ലീനിങ് ആയാലും ടയർ ക്ലീനിങ്ങിന് പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് നമ്മൾ ഹാർപിക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്ക്രാച്ച് റിമൂവലിനെ പറ്റിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് പലരും സ്ക്രാച്ച് റിമൂവലൊക്കെ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ സത്യമാണോ, സത്യസന്ധമായിട്ടുള്ള വീഡിയോസ് ആണോ, അതല്ലെങ്കിൽ ചുമ്മാ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ പറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ കിയ സെൽറ്റോസിൻ്റെ ഈ ടയർ ഇപ്പോൾ ഞാനിത് 50-50 ആയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു സൈഡിൽ നമ്മളൊരു കാർ ക്ലീനിങ് APC, ഇതിപ്പോൾ APC ഡയലൂട്ട് ചെയ്തെടുത്തതാണ്. അത് ഓൾ പർപ്പസ് ക്ലീനർ. ഇത് ഡെഡിക്കേറ്റഡ് കാർ ഡീറ്റെയിലിംഗ് പ്രൊഡക്റ്റാണ്. അത് നമ്മൾ ഈ ഒരു സൈഡിലും മറ്റേ സൈഡിൽ നമ്മൾ ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഹാർപിക്കിൻ്റെ ബാത്റൂം ക്ലീനർ നമ്മൾ യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഈ രണ്ട് പ്രൊഡക്റ്റിൽ ഏത് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമുക്ക് കൂടുതലും ടയർ വൃത്തിയാവുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഹാർപിക് വെച്ചിട്ട് നമുക്ക് കൂടുതൽ വൃത്തിയാവുകയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ടയർ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഹാർപിക്കിൻ്റെ ബാത്റൂം ക്ലീനർ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബാത്റൂം ടൈൽ ക്ലീനർ തന്നെയാണ് നമ്മൾ ടയർ ക്ലീനിങ് ബ്രഷായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് വർക്കൗട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാത്റൂം ക്ലീനർ, ഒരു ഹാർപിക്കിൻ്റെ ബാത്റൂം ക്ലീനറും ടൈൽ ക്ലീനിങ് ബ്രഷും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടയർ നല്ല വൃത്തിയായിട്ട് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് നോക്കാം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, ഹാഫ് പോർഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് 50-50 ആയിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മളുടെ ഓൾ പർപ്പസ് ക്ലീനറും ഈ ഒരു ഭാഗത്ത് നമുക്ക് ഹാർപിക്കിൻ്റെ ബാത്റൂം ക്ലീനറും വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ സൈഡിൽ ഓൾ പർപ്പസ് ക്ലീനർ അടിക്കാൻ പോവാണ്. നമുക്കൊന്ന് നല്ലപോലെ റബ്ബ് ചെയ്യാം. നല്ലപോലെ ചളിയൊക്കെ ഇളകി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ 2 തവണ നമ്മൾ APC അടിച്ച് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡിൽ നമ്മൾ ഹാർപിക് വെച്ചിട്ട് റബ്ബ് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ ഈ ബ്രഷ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് ഹാർപിക്കിൻ്റെ ബാത്റൂം ക്ലീനർ, അതിന് മുമ്പ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് വെള്ളം അടിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് റബ്ബ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടും അത്യാവശ്യം നല്ലപോലെ തന്നെ വൃത്തിയാവുന്നുണ്ട്, ചളിയൊക്കെ പോകുന്നുണ്ട്. നോക്കാം ആരാണ് ജയിക്കുക, ഹാർപിക് ജയിക്കുമോ അല്ലെങ്കിൽ APC ജയിക്കുമോ എന്നുള്ളത് നമുക്ക് കുറച്ച് നിമിഷങ്ങൾക്കകം അറിയാൻ വേണ്ടി പറ്റും. വാവ്, ഇത് നല്ല, എനിക്ക് തോന്നുന്നത് APCനേക്കാളും വൃത്തിയാവുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നല്ലപോലെ ചളിയൊക്കെ ഇളകി വരുന്നുണ്ട്. എനിക്ക് തന്നെ ടെൻഷനായിപ്പോയി ഏത് പ്രൊഡക്റ്റാണ് കൂടുതൽ വർക്ക് ചെയ്യുക എന്നുള്ളതിനെ പറ്റി ആലോചിച്ചിട്ട് ഏതായിരിക്കും ജയിക്കുക, അല്ലെങ്കിൽ ടൈ ആവുമോ. അപ്പോൾ നമ്മൾ 2 സൈഡിലും നമ്മൾ 2 പ്രൊഡക്റ്റുകൾ, ഒന്ന് സൈഡിൽ നമ്മൾ APCയും ഈ സൈഡിൽ നമ്മൾ ഹാർപിക്കിൻ്റെ ബാത്റൂം ക്ലീനറും അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്കത് പ്രഷർ വാഷർ വെച്ചിട്ട് അടിച്ച് കളയാം. എന്നിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ട് നമുക്ക് നോക്കാം എന്താണ് ഫൈനൽ റിസൾട്ട് എന്നുള്ളത്.
ഈ ഒരു കാഴ്ചയിൽ രണ്ടും നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട്. നമുക്കിത് കുറച്ചെടുക്കാം. നമുക്കിതൊന്നൊരു ഡ്രയർ വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോഴേ നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. വെറ്റായി നിൽക്കുന്നതുകൊണ്ട് കറക്റ്റ് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡും അത്യാവശ്യം നല്ലപോലെ വൃത്തിയായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ സൂം ചെയ്ത് കാണിക്കാം. എനിക്ക് നമ്മളുടെ APC അടിച്ച സൈഡാണ് കുറച്ചും കൂടെ ഡീറ്റെയിലായിട്ട് ക്ലീൻ ആയതായിട്ട് തോന്നുന്നത്. ഞാൻ ഒന്ന് സൂം ചെയ്തിട്ട് നമ്മളുടെ ക്യാമറ അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കാം. ഈ ഭാഗം നമ്മളുടെ ഓൾ പർപ്പസ് ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ആക്കിയതാണ്. ഈ ഭാഗം നമ്മൾ ഹാർപിക്കിൻ്റെ ബാത്റൂം ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ആക്കിയതാണ്. നിങ്ങൾ തന്നെ നോക്കുക, നിങ്ങൾക്ക് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് കൂടുതൽ ക്ലീൻ ആയതായിട്ട് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഓൾ പർപ്പസ് ക്ലീനർ വെച്ചിട്ടുള്ള ഭാഗമാണ് ഒന്നും കൂടെ കുറച്ചൊരു ബ്ലാക്കിഷ് ഷെയ്ഡ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഭാഗത്തൊരു നരച്ച പോലെയുള്ള ഒരു കളറാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഭാഗത്ത്. അത് രണ്ട് കെമിക്കൽ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും ടയർ അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ടയർ പോളിഷും കൂടെ അടിക്കുമ്പോഴത്തേക്കും ആ ഭാഗം നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ എന്തായാലും നമ്മളുടെ കാർ ക്ലീനിങ് പ്രൊഡക്റ്റ് തന്നെ ഡെഡിക്കേറ്റഡ് APC തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഭാഗം അത്ര അങ്ങോട്ട് ക്ലീൻ ആയതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഈ ഭാഗം നമുക്ക് നല്ലപോലെ വൃത്തിയായിട്ടുണ്ട്. മാത്രമല്ല ഈ ഭാഗം ടയർ കുറച്ച് നരച്ച പോലെയുള്ള ഒരു ഫീല് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഹാർപിക് ബാത്റൂം ക്ലീനർ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ടയർ ക്ലീൻ ചെയ്യാനോ വണ്ടി ക്ലീൻ ചെയ്യാനോ എന്നുള്ള പ്രൊഡക്റ്റ് അല്ല. പക്ഷേ നമ്മളുടെ ഡെഡിക്കേറ്റഡ് കാർ കെയർ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന സമയത്ത് അത് നമ്മളുടെ ഓരോരോ ഭാഗത്തിനും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം തന്നെ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കെമിക്കൽ ക്വാളിറ്റി ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ നമ്മളുടെ കാർ കെയർ പ്രൊഡക്ട്സ് തന്നെ വെച്ചിട്ട് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഹാർപിക് വെച്ചിട്ടുള്ള പരിപാടി ഞാൻ ഏതായാലും ചെയ്യുന്നില്ല. ഇതോടുകൂടി ഞാൻ ഈ ഹാർപിക്കിൻ്റെ ക്ലീനിങ് പ്രോഗ്രാം ഞാൻ ഇതോടുകൂടി ഒഴിവാക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഏതെങ്കിലും ഒന്ന് എന്തായാലും ചെയ്യണം പ്ലീസ്, ദയവ് ചെയ്തിട്ട്. പിന്നെ നമ്മളുടെ ചാനൽ, നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സബ്സ്ക്രിപ്ഷൻ മാത്രമല്ല, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസ് വരുന്ന സമയത്തിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മളുടെ ചാനലിലെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.